രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളം പൊരുതുന്നു. രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ കേരളം ആദ്യ ഇന്നിംഗ്സിൽ 131-3 എന്ന നിലയിലാണ്. നിലവിൽ 248 റൺസിന് കേരളം പിന്നിലാണ്. 66 റൺസുമായി പുറത്താകാതെ നിൽക്കുന്ന ആദിത്യ സർവ്വത്തയുടെ മികച്ച പ്രകടനമാണ് കേരളത്തിൻ്റെ പോരാട്ടത്തിൽ നിർണായകമായി മാറിയത്. 254-4 എന്ന നിലയിൽ രണ്ടാം ദിനം ആരംഭിച്ച വിദർഭ കേരള ബൗളിംഗിനെതിരെ മികച്ച തുടക്കമാണിട്ടത്. എന്നാൽ രണ്ടാം ദിനത്തിൻ്റെ 10ാം ഓവറിൽ സെഞ്ചുറിയൻ ഡാനിഷ് മാൽവാറിനെ ബേസിൽ എൻവി ബൗൾഡ് ചെയ്തു. 285 പന്തിൽ 15 ഫോറും 3 സിക്സും ഉൾപ്പെടെ 153 റൺസ് നേടിയിരുന്നു. 4 ഓവറിന് ശേഷം ബേസിൽ തന്നെ നൈറ്റ് വാച്ച്മാൻ യാഷ് താക്കൂറിനെയും മടക്കി. തുടർന്ന് ഉജ്ജ്വല ബൗളിംഗ് പ്രകടനവും ഫീൽഡിംഗ് മികവും പുറത്തെടുത്ത കേരളം 335-9 എന്ന നിലയിൽ വിദർഭയെ എത്തിച്ചു. പക്ഷേ അവസാന വിക്കറ്റിൽ കനത്ത ചെറുത്തുനിൽപ്പ് നടത്തിയ വിദർഭ സ്കോർ 350 കടത്തി. ലഞ്ചിന് പിരിയുമ്പോൾ 373-9 എന്ന നിലയിലായിരുന്നു വിദർഭ. ലഞ്ചിന് ശേഷമുള്ള 3ാം ഓവറിൽ തന്നെ നിതീഷ് വിദർഭയുടെ അവസാന വിക്കറ്റും വീഴ്ത്തി 379 റൺസിൽ ഓൾ ഔട്ടാക്കി. നിതീഷ് 28.1 ഓവറിൽ 61 റൺസിന് 3 വിക്കറ്റും ഏദൻ ആപ്പിൾടോം 31 ഓവറിൽ 102 റൺസിന് 3 വിക്കറ്റും നേടി. ബേസിൽ 2 വിക്കറ്റും സക്സേന 1 വിക്കറ്റും സ്വന്തമാക്കി. അക്ഷരാർത്ഥത്തിൽ ആരാധകരെ ഞെട്ടിക്കുന്ന തുടക്കമാണ് കേരളത്തിന് ലഭിച്ചത്. 4ാം പന്തിൽ തന്നെ വൈസ് ക്യാപ്റ്റൻ രോഹൻ കുന്നുമ്മൽ 0-ന് പുറത്തായി. ഓരോ ഓവറിന് ശേഷം വിശ്വസ്ത ബാറ്റർ അക്ഷയ് ചന്ദ്രൻ കൂടി മടങ്ങിയതോടെ കേരളം ബാക്ക് ഫുട്ടിലായി. പക്ഷേ പിന്നീട് ഒത്തുചേർന്ന അഹമ്മദ് ഇമ്രാൻ ആദിത്യ സർവ്വത്തെ സഖ്യം പൊരുതി നിന്നതോടെ കേരള ക്യാമ്പിൽ ആശ്വാസമായി. എന്നാൽ സ്കോർ 100 കടന്നതോടെ അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച ഇമ്രാൻ പുറത്തായി. 83 പന്തിൽ 3 ഫോർ ഉൾപ്പെടെ 37 റൺസ് നേടിയിരുന്നു. മികച്ച ഫോമിൽ ബാറ്റ് ചെയ്ത സർവ്വത്തെ അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കി. പിന്നീട് വന്ന ക്യാപ്റ്റൻ സച്ചിൻ ബേബി സർവ്വത്തേക്ക് പിന്തുണ നൽകിയതോടെ കേരളം കൂടുതൽ വിക്കറ്റ് നഷ്ടമാകാതെ 131-3 എന്ന നിലയിൽ രണ്ടാം ദിനം അവസാനിപ്പിച്ചു. 3ാം ദിനം ആദ്യ മണിക്കൂറിൽ പിടിച്ചു നിന്നാൽ കേരളത്തിന് ഈ മത്സരത്തിൽ ആധിപത്യം നേടാൻ കഴിയുമെന്ന് ഉറപ്പാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.